Hi guys, it's me Gopikrishna. അപ്പോൾ നിങ്ങൾക്ക് എന്നെ അറിയാം, ഞാൻ ചെറിയൊരു യൂട്യൂബറാണ് എന്ന് വെച്ചാൽ വളർന്നു വരുന്ന ഒരു ചെറിയൊരു കുഞ്ഞു യൂട്യൂബർ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പലരും ബ്രൗസ് ചെയ്യാറുണ്ട്. ഗൂഗിൾ ബ്രൗസർ, അങ്ങനെ മോസില്ല ഫയർബോക്സ്, അങ്ങനെ കുറേ സംഭവങ്ങളിൽ ബ്രൗസ് ചെയ്യാറുണ്ട്. ബ്രൗസ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട നോട്ട്സ്, വേണ്ട കാര്യങ്ങൾ, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളൊരു വണ്ടി വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മൾ ഒത്തിരി ഫോട്ടോസും ഡീറ്റെയിൽസും ഒക്കെ കാണും. അതായത് നമ്മൾ ജസ്റ്റ് ഇപ്പം വേറൊരു പിന്നെ നോക്കാൻ വേണ്ടി നോക്കുമ്പോൾ അതായത് നമ്മൾ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാറാണ് പതിവ്. നമ്മൾ ആ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് പിന്നെ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ടോ പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും അത് നോക്കുമ്പോൾ അതിനകത്ത് നമ്മൾ സൂം ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര ബ്ലറിങ് ആയിരിക്കും. ആ ബ്ലറിങ് നമുക്കൊരു അരോചകമായി ഫീൽ ചെയ്യും. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഗുഡായിട്ട് കാണാൻ പറ്റത്തില്ല, ബെറ്റർ ആയിട്ട് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അത് എങ്ങനെ പരിഹരിക്കാം, അത് ഏത് രൂപത്തിൽ നമുക്കത് സേവ് ചെയ്യാം എന്ന ഒരു കണ്ടന്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്ത് എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ധൈര്യമായിട്ടാണ് ലൈക്ക് ചെയ്തോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആ വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഒട്ടുന്ന സമയം കളയാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഗൂഗിളിൽ പോകുന്നു. ഗൂഗിളിൽ പോയതിന് ശേഷം നമുക്കിപ്പോൾ എന്തായാലും നമുക്ക് ഒരു കുഴപ്പമില്ല, എന്തായാലും നമുക്ക് സെർച്ച് ചെയ്യാം. ഞാനിപ്പം ഹോണ്ട ആക്റ്റീവ എന്ന് സെർച്ച് ചെയ്യുന്നു. ഹോണ്ട ആക്റ്റീവ ജസ്റ്റ് ഒന്ന് ചുമ്മാ സെർച്ച് ചെയ്യുന്നു. സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ നെറ്റിന് നല്ല സ്പീഡുണ്ട്, അതാണ്. അപ്പോൾ ആ സൈറ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ സൈറ്റിനകത്ത് നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ഇഷ്ടം പോലെ ഡീറ്റെയിൽസ് കാണാം. താഴോട്ട് നമ്മളിങ്ങനെ അതിൻ്റെ പ്രൈസ് സംഭവങ്ങൾ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനകത്ത് ഞാനിപ്പോൾ ഒരു സൈറ്റ് എടുത്തു. ഇപ്പോൾ ഫസ്റ്റ് കിടക്കുന്ന ഒരു സൈറ്റ് എടുത്തു, സൈറ്റ് ഓപ്പൺ ചെയ്തു. ആ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അവരുടെ ഒരു വെബ് പേജിലോട്ടാണ് പോകുന്നത്. ആ പേജിനകത്ത് കുറേ ഡീറ്റെയിൽസ്, അവരുടെ സംഭവങ്ങളുടെ ഡീറ്റെയിൽസും ഒത്തിരി സംഭവങ്ങൾ. ഇപ്പം അതിനകത്ത് ഇവിടെയൊക്കെ ഫോട്ടോസ് ആണ്. നെറ്റിൻ്റെ സ്പീഡ് കൊണ്ട് ആ ഫോട്ടോസൊന്നും ലോഡായിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻ എല്ലാം വന്നിരിക്കുകയാണ്. നമ്മളിങ്ങനെ നോക്കി ഇപ്പോൾ നമുക്കിപ്പോൾ വണ്ടിയുടെ ഫോട്ടോസും ഇതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ വേണമെങ്കിൽ നമ്മൾ പൊതുവെ എല്ലാവരും അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാറാണ് പതിവ്. ഓരോ ഫോണിൻ്റെ ഓരോന്നായിരിക്കും. ഇപ്പോൾ മണ്ടയ്ക്കൊന്ന് സ്വൈപ്പ് ചെയ്ത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് കേൾക്കുമ്പോൾ സ്ക്രീൻഷോട്ട് ക്യാപ്ചർ ആവും, കണ്ടോ? അങ്ങനെ ചെയ്യുകയാണ് പതിവ്. ഇതിന് ചെയ്താലുള്ള പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പിന്നെ അത് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബ്ലറിങ് ആയിട്ട് തോന്നും. സൂം ചെയ്ത് നോക്കുമ്പോൾ ബ്ലറിങ് ആയിട്ട് തോന്നും. അപ്പോൾ ഇതിൽ നിന്നും മോചനമേത്, അതായത് ഇതിൽ നിന്ന് നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേറൊരു ഫീച്ചറാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കും, അറിയാത്തവർ നോക്കിക്കോളൂ. ആദ്യം മണ്ടയ്ക്കെത്തിയ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിനകത്ത് ഷെയർ എന്നൊരു ഓപ്ഷൻ കാണാം. ആ ഷെയർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓരോ ഫോണിലും ഓരോ ടൈപ്പിലാണ് അതിൻ്റെ ഇത് നാം കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറേ വാട്സപ്പ്, ഫേസ്ബുക്ക്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ആ ഷെയർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കുറേ സംഭവങ്ങൾ കാണാൻ പറ്റും. അതിനകത്ത് സേവ് ഡ്രൈവ്, ഫേസ്ബുക്ക്, ഷെയർ, ബ്ലൂടൂത്ത് സംഭവം. അപ്പോൾ അതിനകത്ത് നമ്മൾ പ്രിൻ്റ് എന്ന ഓപ്ഷൻ കൊടുക്കുക. സോറി, അതിൻ്റെ ഇടയ്ക്ക് ജിയോ വോയിസ് കോളിൽ കയറി. പ്രിൻ്റ് എന്ന ഓപ്ഷൻ അതിനകത്ത് കാണിക്കും. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ കൊടുക്കുക. ഇങ്ങനെ കാണിക്കാം ഷെയർ പ്രിൻ്റ്, കണ്ടോ? പ്രിൻറ്റിലോട്ട് പോകുമ്പോൾ അവർ കുറേ ഒരു പ്രിവ്യൂ മോഡൽ നമുക്ക് വരും, കണ്ടോ? നമുക്കിപ്പോൾ അത് കോപ്പിയുടെ നമ്പർ, പേപ്പർ സൈസ് സംഭവം കാണിക്കും. ഇവിടെ ലെറ്റർ എന്നായിരിക്കും കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളത് മാറ്റി ലെറ്റർ അല്ലാതെ നമുക്കതിനകത്ത് PDF ആയിട്ട് കണ്ടോ, PDF എന്നൊരു സംഭവം കാണും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവരൊരു പ്രിവ്യൂ പ്രിപ്പയർ ചെയ്യുന്ന പോലെ നമുക്ക് കാണാം. എൻ്റെ അവർ ചോദിക്കും എങ്ങോട്ടാണ് സേവ് ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ്സിനകത്താണെങ്കിൽ ഡൗൺലോഡ്സ് എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് പേര് കൊടുക്കുക. ഞാനിപ്പോൾ ആ പേര് തന്നെ കൊടുക്കുന്നത്. സേവ് ക്ലിക്ക് ചെയ്യുക. ഇത് നമുക്ക് പോയി നോക്കാം അത് എവിടെ കിടക്കുന്നതെന്ന്. ഇപ്പോൾ നമ്മളിപ്പം ഫയൽ എക്സ്പ്ലോറർ എടുത്തു.
ഫയൽ എക്സ്പ്ലോർ എടുത്തു. ഡൗൺലോഡ്സ് ഞാൻ ഡോക്യുമെൻറ്റ്സിനകത്ത് കൊടുക്കണം എന്നാണ്. ഡോക്യുമെൻറ്റ്സ് ഇപ്പോൾ നമുക്ക് നോക്കാൻ സാധനം വന്നിട്ടുണ്ടോ എന്ന്. താഴെ ഏറ്റവും താഴെ കിടപ്പുണ്ട് ഹോണ്ട ആക്റ്റീവ പ്രൈസ്. ഒരു PDF പോലെ അതിപ്പോൾ ഓപ്പൺ ആയി വരും കണ്ടോ. നല്ല എത്ര സൂം ചെയ്താലും ഒരു കുഴപ്പമില്ല. അതായത് നമ്മൾ നേരത്തെ നല്ല സ്ക്രീൻഷോട്ട് എടുത്തായിരുന്നെങ്കിൽ നമുക്കൊരു കാണാം, നമുക്ക് വായിക്കാം, ക്ലിയർ നോട്ട്സ് ഡൗൺലോഡ് ചെയ്ത പോലെ തന്നെ. ഗൈസ്, ഇതാണ് നമ്മൾ ഇന്നത്തെ ട്രിക്ക്. അപ്പോൾ ഈ ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോസുമായി അടുത്തൊരു എപ്പിസോഡിൽ കാണാം. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല ഗൈസ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം, സബ്സ്ക്രൈബേഴ്സ് ഇമ്പ്രൂവ് ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ അടുത്ത കാര്യം, വീഡിയോയ്ക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റോ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുവരെ സ്റ്റേ ട്യൂൺഡ്. ഗോപികൃഷ്ണ.